അവിടെ വേറെ
ഗാനം പാടാം, ഒരു മനമോടണി ചേരാം, കനിയോ സ്നേഹനാഥ ഒരു മനഗാനം പാടാം, ഒരു മനമോടണി ചേരാം, കനിയോ സ്നേഹനാഥ ആയാമൊന്നു ചേരാം കർത്താവിൻ തിരുമുമ്പിൽ, അനുരഞ്ജിതരായി തീരാം, ബലിയർപ്പകരായി മാറാം. ആയാമൊന്നു ചേരാം കർത്താവിൻ തിരുമുമ്പിൽ, അനുരഞ്ജിതരായി തീരാം, ബലിയർപ്പകരായി മാറാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോടുകൂടെ അങ്ങേ ആത്മാവോടും കൂടെ. എത്രയും ബഹുമാനപ്പെട്ട വികാരിയച്ച, പ്രിയമുള്ള സിസ്റ്റേഴ്സ്, മാതാപിതാക്കന്മാരെ, പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ഈ വർഷത്തെ തിരുനാൾ ഏറ്റെടുത്ത് നടത്തുന്ന പ്രസിഡന്റുമാരെ, കുട്ടികളെ, ഇടവക മധ്യസ്ഥനായ വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ തിരുനാൾ ആഘോഷിച്ചു കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഓരോരുത്തരും. രക്തം കൊണ്ട് സാക്ഷ്യം നൽകിയവനാണ് വിശുദ്ധ സെബസ്ത്യാനോസ്. തൻ്റെ ജീവൻ പോകും എന്നുള്ള ഘട്ടത്തിൽ പോലും ദൈവത്തെ തള്ളിപ്പറയാതെ ക്രിസ്തുവിനോട് ചേർന്ന് നിന്നവനാണ് വിശുദ്ധ സെബസ്ത്യാനോസ്. അതുകൊണ്ടാണ് രക്തസാക്ഷിത്വ മകുടം അദ്ദേഹത്തിന് ചൂടേണ്ടതായിട്ട് വന്നിട്ടുള്ളത്. ഇന്ന് കേരളത്തിൽ ഏറ്റവും അധികം തിരുനാൾ ആഘോഷിക്കപ്പെടുന്നത് ഈ ഒരു വിശുദ്ധൻ്റെ പേരിലാണ്. കാരണം പല സാംക്രമിക രോഗങ്ങളിൽ നിന്നും പൈശാചികമായിട്ടുള്ള ബന്ധനങ്ങളിൽ നിന്നും നമ്മളെ ഓരോരുത്തരെയും കുടുംബങ്ങളെയും വിശുദ്ധൻ കാത്ത് സംരക്ഷിക്കുന്നു എന്നുള്ള ഒരു ഉത്തമ ബോധ്യം നമുക്ക് ഓരോരുത്തർക്കും ഉള്ളതുകൊണ്ടാണ് ഈ വിശുദ്ധൻ്റെ അടുക്കിലേക്ക് നമ്മൾ ഓടി അണയുകയും ചെയ്യുന്നത്. പ്രിയമുള്ളവരെ, ഈ തിരുനാളിൻ്റെ എല്ലാവിധ മംഗളങ്ങളും പ്രാർത്ഥനകളും നിങ്ങൾക്ക് ഓരോരുത്തർക്കും നേരുകയാണ്. വിശുദ്ധൻ നിങ്ങളെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്നും സംരക്ഷിക്കട്ടെ എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ബലി നമുക്ക് സമർപ്പിക്കാം. നമ്മിൽ നിന്നും വന്നുപോയിട്ടുള്ള എല്ലാ തെറ്റുകളും ഓർത്ത് മനസ്തപിച്ച് ഏറ്റുപറയാം. സർവശക്തനായ ദൈവത്തോടും സഹോദരന്റെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും
എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. അത്യുന്നതങ്ങളിൽ ദൈവത്തിനു മഹത്വം, ഭൂമി സന്മനസ്സുള്ളോർക്ക് ശാന്തിയുമേ. സ്തുതിക്കുന്നു, ഞങ്ങൾ പുകഴ്ത്തുന്നു, ആരാധിച്ചങ്ങയെ വാഴ്ത്തുന്നു, നിന്റെ മഹിമകൾ പാടുന്നു. ശക്തനാം ദൈവമേ, പാവനമങ്ങയെ വാഴ്ത്തുന്നു, ഏകാത്മജാദൈവസൂനുവേ, കർത്താവാം ശ്രീയേശു ക്രിസ്തുവേ. ലോകത്തിൻ പാപനിഹന്താവേ, കാരുണ്യം പുകഴിരങ്ങളിൽ, ലോകത്തിൻ പാപനിഹന്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണേ. സ്വരൂപൻ പിതാവുതൻ നിത്യമഹിമാവിൻ തേജസ്സിൽ, പാവനാത്മാവുതൻ ഐക്യത്തിൽ വാഴുന്ന ക്രിസ്തുവായേശുവേ. Pray
നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, ധീരതയുടെ ചൈതന്യം ഞങ്ങൾക്ക് നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ അങ്ങേ രക്തസാക്ഷിയായ വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ മഹനീയ മാതൃകയാൽ ഉത്ബോധിതരായി മനുഷ്യരെക്കാളുപരി അങ്ങയെ അനുസരിക്കുവാൻ ഞങ്ങൾ പരിശീലിക്കുമാറാകട്ടെ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന അങ്ങയുടെ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. ആമേൻ. ഹെബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്ന്. സഹോദരരെ, ദീപപീഠവും മേശയും കാഴ്ചയപ്പവും സജ്ജീകരിക്കപ്പെട്ടിരുന്ന പുറത്തെ കൂടാരം വിശുദ്ധ സ്ഥലമെന്ന് വിളിക്കപ്പെടുന്നു. രണ്ടാം വിരികത്തുള്ള കൂടാരം അതിവിശുദ്ധ സ്ഥലം എന്ന് വിളിക്കപ്പെടുന്നു. എന്നാൽ വരാനിരിക്കുന്ന നന്മകളുടെ പ്രധാന പുരോഹിതനായി ക്രിസ്തു പ്രത്യക്ഷപ്പെട്ടു. കൂടുതൽ മഹനീയവും പൂർണ്ണവും മനുഷ്യനിർമ്മിതമല്ലാത്തതും സൃഷ്ടവസ്തുക്കളിൽ പെടാത്തതുമായ കൂടാരത്തിലൂടെ എന്നേക്കുമായി ശ്രീകോവിലിൽ അവൻ പ്രവേശിച്ചു. അവൻ അവിടെ പ്രവേശിച്ച് നിത്യരക്ഷ സാധിച്ചത് കോലാടുകളുടെയോ കാളക്കിടാക്കളുടെയോ രക്തത്തിലൂടെയല്ല, സ്വന്തം രക്തത്തിലൂടെയാണ്. കോലാടുകളുടെയും കാളക്കിടാക്കളുടെയും രക്തം തളിക്കുന്നതും പശുക്കിടാവിൻ്റെ ഭസ്മം വിതറുന്നതും അശുദ്ധരെ ശാരീരികമായി ശുദ്ധീകരിക്കുന്നു. എങ്കിൽ നിത്യ ആത്മാവ് മൂലം കളങ്കമല്ലാതെ ദൈവത്തിന് തന്നെ സമർപ്പിച്ച ക്രിസ്തുവിൻ്റെ രക്തം ജീവിക്കുന്ന ദൈവത്തെ ശുശ്രൂഷിക്കാൻ നമ്മുടെ അന്ധകരണത്തെ നിർജീവ പ്രവൃത്തികളിൽ നിന്ന് എത്രയധികമായി വിശുദ്ധീകരിക്കുകയില്ല. കർത്താവിൻ്റെ വചനം. പ്രതിവചന സങ്കീർത്തനം. ജയഘോഷത്തോടെ ദൈവമായ കർത്താവ് ആരോഹണം ചെയ്തു. ജയഘോഷത്തോടെ ദൈവമായ കർത്താവ് ആരോഹണം ചെയ്തു. ജനതകളെ കരഘോഷം മുഴക്കുവിൻ, ദൈവത്തിൻ്റെ മുൻപിൽ ആഹ്ലാദ ആരവം മുഴക്കുവിൻ. അത്യുന്നതനായ കർത്താവ് ദീദിതനാണ്, അവിടുന്ന് ഭൂമി മുഴുവൻ്റെയും രാജാവാണ്. ജയഘോഷത്തോടെ ദൈവമായ കർത്താവ് ആരോഹണം ചെയ്തു. ജയഘോഷത്തോടും കാഹളനാദത്തോടും കൂടെ ദൈവമായ കർത്താവ് ആരോഹണം ചെയ്തു. ദൈവത്തെ പാടി പുകഴ്ത്തുവിൻ, സ്തോത്രങ്ങൾ ആലപിക്കുവിൻ. നമ്മുടെ രാജാവിന് സ്തുതികൾ ഉതിർക്കുവിൻ, കീർത്തനങ്ങൾ ആലപിക്കുവിൻ. ജയഘോഷത്തോടെ ദൈവമായ കർത്താവ് ആരോഹണം ചെയ്തു. ദൈവം ഭൂമി മുഴുവൻ്റെയും രാജാവാണ്. സങ്കീർത്തനം കൊണ്ട് അവിടുത്തെ സ്തുതിക്കുവിൻ. ദൈവം ജനതകളുടെ മേൽ വാഴുന്നു, അവിടുന്ന് തൻ്റെ പരിശുദ്ധ സിംഹാസനത്തിൽ ഇരിക്കുന്നു. ജയഘോഷത്തോടെ ദൈവമായ കർത്താവ് ആരോഹണം ചെയ്തു. Hallelujah, 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 hallelujah. കർത്താവേ, അങ്ങയുടെ പുത്രന്റെ വചനങ്ങൾ സ്വീകരിക്കാൻ ഞങ്ങളുടെ ഹൃദയത്തെ തുറക്കണമേ. Hallelujah, 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 hallelujah. കർത്താവ് നിങ്ങളോടുകൂടെ അങ്ങേ ആത്മാവോടും കൂടെ. മാർക്കോസ് എഴുതിയ വിശുദ്ധ സുവിശേഷത്തിൽ നിന്ന്. കർത്താവേ, അങ്ങേക്ക് മഹത്വം. കാലത്ത് യേശു തൻ്റെ ശിഷ്യന്മാരോടൊപ്പം ഒരു ഭവനത്തിൽ പ്രവേശിച്ചു. ജനങ്ങൾ വീണ്ടും വന്നുകൂടിക്കൊണ്ടിരുന്നു.
തന്മൂലം ഭക്ഷണം കഴിക്കുവാൻ പോലും അവർക്ക് കഴിഞ്ഞില്ല. അവൻ്റെ സ്വന്തക്കാർ ഇത് കേട്ട് അവനെ പിടിച്ചു കൊണ്ടുപോകുവാൻ പുറപ്പെട്ടു. കാരണം അവന് സുബോധം നഷ്ടപ്പെട്ടിരിക്കുന്നുവെന്ന് അവർ കേട്ടിരുന്നു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ അങ്ങേക്ക് സ്തുതി. ഇത്രയും സ്നേഹം നിറഞ്ഞവരെ, ഒരിക്കൽ കൂടി തിരുനാളിൻ്റെ എല്ലാവിധ മംഗളങ്ങളും പ്രാർത്ഥനകളും നിങ്ങൾക്ക് ഓരോരുത്തർക്കും നേരുകയാണ്. വിശുദ്ധൻ ധാരാളമായി നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു ഗ്രാമത്തിൽ നടന്ന ഒരു സംഭവമാണ്. ഒരാളൊരു സെക്കൻഡ് ഹാൻഡ് കാർ വാങ്ങി. ഈ കാറും വാങ്ങി അയാളെ വീട്ടിലേക്ക് വന്നു. അതൊരു സുരക്ഷിതമായിട്ടുള്ള സ്ഥലത്ത് അത് പാർക്ക് ചെയ്തിട്ടു. 2-3 ദിവസം കഴിഞ്ഞപ്പോൾ ആ കാറിൻ്റെ വീടിൻ്റെ അടുത്ത് ഒരു പട്ടി പ്രത്യക്ഷപ്പെട്ടു. ഈ പട്ടി കാറിൻ്റെ അടുക്കിലേക്ക് വന്ന് അവിടെ കിടക്കുവാൻ തുടങ്ങി. ഇത് കണ്ട് ആ കാറ് വാങ്ങിയ ആൾ ഈ പട്ടിയെ ഓടിച്ചിടുകയും പക്ഷേ പട്ടി പിന്നീടും വരികയും ചെയ്തു. അങ്ങനെ 2-3 പ്രാവശ്യം അങ്ങനെ ഓടിച്ച് ഇട്ടതിന് ശേഷം പെട്ടെന്ന് ആ പട്ടി പെട്ടെന്ന് ഒരു വണ്ടിയുടെ മുമ്പിലേക്ക് ചെന്ന് അത് വേണ്ടി ഇത് വാങ്ങിച്ച ആളുടെ വീട്ടിലേക്ക് വരികയാണ്. വീട്ടിലേക്ക് വന്ന് വിശേഷങ്ങളെല്ലാം പറഞ്ഞതിന് ശേഷം അദ്ദേഹം ഒരു കാര്യം ഇങ്ങനെ സൂചിപ്പിക്കുന്നുണ്ട്. എൻ്റെ വീട്ടിലൊരു പട്ടി ഉണ്ടായിരുന്നു, പക്ഷേ കാറ് വിറ്റതിന് ശേഷം പിന്നീട് ഈ പട്ടിയെ കണ്ടിട്ടില്ല. എന്നിട്ട് അദ്ദേഹം പറഞ്ഞത് ഇപ്രകാരമാണ്: ആ പട്ടിക്കൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. ഞങ്ങൾ കാറ് വാങ്ങിയ സമയത്ത് ഞങ്ങളുടെ വീടിന് മതിലോ വേലിയോ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ കള്ളന്മാരോ മറ്റോ ഒന്നും വരാതിരിക്കുവാൻ വേണ്ടി ഈ പട്ടിയുടെ സ്ഥാനം ഈ കാറിൻ്റെ അടുത്താണ് ഞങ്ങൾ കൊടുത്തിരുന്നത്. എന്നിട്ട് ഞങ്ങൾ ഭക്ഷണം കൊടുക്കുന്ന സമയത്ത് എപ്പോഴും ഞാൻ പറയുന്ന ഒരു കാര്യം ഇതാണ്: ഈ കാറിനെ സൂക്ഷിച്ചു കൊള്ളണം, ശ്രദ്ധിച്ച് നോക്കിക്കൊള്ളണമെന്ന് ഈ പട്ടിയോട് പറയുമായിരുന്നു. ആ പട്ടി ആ കാര്യം മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് എപ്പോഴും ആ കാറിൻ്റെ അടുത്ത് തന്നെയായിരുന്നു കിടക്കുകയും ചെയ്തിരുന്നത്. അങ്ങനെയാണ് ആ കാറ് വിൽക്കുകയും പുതിയ ഉടമസ്ഥൻ്റെ അടുക്കലേക്ക് അത് പോവുകയും ചെയ്തു. ഈ കാറ് അന്വേഷിച്ചാണ് ആ പട്ടി രണ്ടാമത് വാങ്ങിയ. മനസ്സിൽ ഹൃദയത്തിൽ ചില സ്ഥലങ്ങളിലൊക്കെ പോകുകയും അവിടെയെല്ലാം ക്രിസ്തുവിനെക്കുറിച്ച് പ്രഘോഷിക്കുകയും ഒക്കെ ചെയ്തു. ചില സ്ഥലങ്ങളിൽ അവർക്ക് ക്രിസ്തുവിനെ പ്രതി അങ്ങനെയുള്ള ആളുകളെയാണ് സാക്ഷികളെന്ന് വിളിക്കുന്നത്. ജീവിതം കൊണ്ട് രക്തം കൊണ്ട് സാക്ഷ്യം നൽകിയ ആളുകൾക്കാണ് രക്തസാക്ഷികളെന്ന് പറയുന്നത്. അത് കൂടുതലായിട്ടും ഉണ്ടായിരുന്നത് ആദിമ ക്രൈസ്തവ സമൂഹത്തിൻ്റെ ഇടയിലാണ്. കാരണം അവരെല്ലാം ക്രിസ്തുവിനെ കുറിച്ച് സാക്ഷ്യം നൽകുന്ന സമയത്ത് ചിലപ്പോഴൊക്കെ അവർക്ക് അവരുടെ ജീവൻ തന്നെ നഷ്ടപ്പെടുത്തേണ്ടതായിട്ട് വന്നു ക്രിസ്തുവിനെ പ്രതി. അങ്ങനെയുള്ള ആളുകൾ രക്തസാക്ഷികളെന്ന് വിളിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. പ്രിയമുള്ളവരെ, സഭയിൽ അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ കാലഘട്ടം മുതൽ പിന്നീട് ഇങ്ങോട്ട് ആരെല്ലാം ക്രിസ്തുവിനെ അനുഭവിച്ചറിഞ്ഞിട്ടുണ്ടോ, ആരെല്ലാം ക്രിസ്തുവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടോ, അവരുടെ എല്ലാം ഹൃദയത്തിൽ ഒരു ഉജ്ജ്വലനം ഉണ്ടായിട്ടുണ്ട്. അത് ക്രിസ്തുവിനെ പ്രതിയുള്ള ഉജ്ജ്വലനമാണ്, ക്രിസ്തുവിൻ്റെ സുവിശേഷത്തെ പ്രതിയുള്ള ഉജ്ജ്വലനമാണ്. അത് ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ടാണ് അവർ സാക്ഷ്യം നൽകുവാൻ ഒരുങ്ങുകയും ഒക്കെ ചെയ്തിട്ടുള്ളത്. പരിശുദ്ധ കന്യകാമറിയം ആദ്യമായിട്ട് എലിസബത്തിൻ്റെ അടുക്കലേക്ക് കടന്നു വരുമ്പോൾ സുവിശേഷം തന്നെ സാക്ഷ്യപ്പെടുത്തുന്നത് ഇപ്രകാരമാണ്: എലിസബത്തിൻ്റെ വയറ്റിലുണ്ടായിരുന്ന ഗർഭസ്ഥ ശിശു സന്തോഷത്താൽ കുതിച്ചു ചാടി എന്നുള്ളത്. ക്രിസ്തുവിൻ്റെ സാമീപ്യം അനുഭവിച്ചത് കൊണ്ട് മാത്രമാണ് സ്നാപക യോഹന്നാന് ഇങ്ങനെ സന്തോഷത്തോടുകൂടെ കുതിച്ചു ചാടുവാൻ സാധിക്കുകയും ചെയ്യുന്നത്. പിന്നീട് പല അവസരങ്ങളിലും സുവിശേഷത്തിൽ കാണുവാൻ സാധിക്കും, ആരെല്ലാം ക്രിസ്തുവിൻ്റെ അടുക്കൽ വന്നിട്ടുണ്ടോ, ആരെല്ലാം ക്രിസ്തുവിനെ അനുഭവിച്ച് അറിഞ്ഞിട്ടുണ്ടോ, അവരെല്ലാവരും ക്രിസ്തുവിന് സാക്ഷ്യം നൽകുന്ന ആളുകളായിട്ട് മാറിയിട്ടുണ്ട്. പത്രോസ് 3 പ്രാവശ്യം കർത്താവിനെ തള്ളിപ്പറഞ്ഞവനാണ്. പക്ഷേ പിന്നീട് കർത്താവിൻ്റെ സുവിശേഷം പല സ്ഥലങ്ങളിൽ പോയി പ്രഘോഷിക്കുകയും അവസാനം കുരിശ് മരണമാണ് അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നത്. കുരിശിൽ തറയ്ക്കുമ്പോൾ പോലും എന്നെ ഇതുപോലെ ക്രിസ്തുവിനെ പോലെ കുരിശിൽ തറയ്ക്കേണ്ട, തല കീഴാക്കി കുരിശിൽ തറയ്ക്കണമെന്ന് പറഞ്ഞവനാണ് വിശുദ്ധ പത്രോസ്. അതിനുശേഷം സാവൂൾ എന്ന് പറയുന്ന മനുഷ്യൻ ഡമാസ്കസിലേക്ക് ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുവാൻ പോകുന്ന സമയത്ത് ക്രിസ്തുവിൻ്റെ അനുഭവം ഉണ്ടാകുകയും പിന്നീട് പൗലോസായിട്ട് മാറുകയും
പൗലോസ് 3 സുവിശേഷ യാത്രകൾ നടത്തുകയും പല സ്ഥലങ്ങളിൽ പോയിട്ട് താൻ അനുഭവിച്ച ക്രിസ്തുവിനെ പ്രഘോഷിക്കുകയും അവിടെയെല്ലാം സഭകൾ സ്ഥാപിക്കുകയും അവർക്ക് വേണ്ടുന്ന നിർദ്ദേശങ്ങൾ നൽകുന്ന ലേഖനങ്ങൾ എഴുതുകയുമാണ് പിന്നീട് ചെയ്തിട്ടുള്ളത്. പ്രിയമുള്ളവരെ, ഇതുപോലെ അതിനുശേഷം ആദിമ ക്രൈസ്തവരുടെ ഇടയിൽ ഈ ഒരു ജ്വലനം അത് തുടർന്നു കൊണ്ടുപോകുകയും പല പല രക്തസാക്ഷികളും വിശുദ്ധന്മാരും സഭയ്ക്ക് ഉണ്ടാകുകയുമാണ് ചെയ്യുന്നത്. അവരെല്ലാം പറഞ്ഞു തരുന്ന ഒരേ ഒരു കാര്യം ഇത് മാത്രമാണ്: ഏതൊക്കെ പ്രതിസന്ധി ഘട്ടങ്ങൾ ഉണ്ടായാലും ക്രിസ്തുവിനെ സാക്ഷ്യം വഹിക്കുവാൻ, ക്രിസ്തുവിന് സാക്ഷ്യം നൽകുവാൻ നമ്മൾ ഒരിക്കലും മടിക്കേണ്ട ആവശ്യമില്ല എന്നാണ് അവരുടെയൊക്കെ ജീവിതം നമ്മെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നത്. 3-ാം നൂറ്റാണ്ടിൽ ജീവിച്ച് മരിക്കുകയും ചെയ്ത വിശുദ്ധ സെബസ്ത്യാനോസിന്റെ ജീവിതം പരിശോധിച്ചു കഴിഞ്ഞാലും നമുക്ക് മനസ്സിലാകുവാൻ സാധിക്കുന്നത് അദ്ദേഹവും ക്രിസ്തുവിനെ സാക്ഷ്യം വഹിച്ചവനാണ്. ക്രിസ്ത്യാനികളെ സഹായിക്കുവാൻ വേണ്ടി റോമൻ പടയാളിയായിരുന്ന അദ്ദേഹം പല അവസരത്തിലും സഹായം ചെയ്തിട്ടുണ്ട്. പക്ഷേ അവസാനം തൻ്റെ ക്രിസ്തുവിനെ തള്ളിപ്പറയേണ്ടി വരുമെന്നുള്ള ഘട്ടത്തിൽ തൻ്റെ ജീവൻ പോലും ഡയക്ലീഷ്യൻ ചക്രവർത്തിയുടെ മുമ്പിൽ ആണ് വെച്ചു കൊടുക്കുകയും ചെയ്യുന്നത്. ക്രിസ്തുവിനെ പ്രതി സ്വന്തം ജീവൻ നൽകിയവനാണ് വിശുദ്ധ സെബസ്ത്യാനോസ്. പ്രിയമുള്ളവരെ, ഇങ്ങനെ ക്രിസ്തുവിൻ്റെ ജ്വലനം ഹൃദയത്തിൽ സൂക്ഷിച്ച വിശുദ്ധന്മാരും രക്തസാക്ഷികളും അവരുടെ അടിസ്ഥാനത്തിലാണ് ഈ നമ്മുടെ സഭ, കത്തോലിക്ക സഭ, അത് പണിതുയർത്തുകയും ചെയ്തിട്ടുള്ളത്. ഈ ലോകത്തിൽ ഈ നിമിഷം വരെ പല പല പ്രശ്നങ്ങളും പ്രതിസന്ധി ഘട്ടങ്ങളും സഭയ്ക്ക് എതിരായിട്ട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും സഭ അതിൽ കുലുങ്ങിയിട്ടില്ല, സഭ അത് ചിതറിപ്പോയിട്ടില്ല. കാരണം ഇങ്ങനെയുള്ള രക്തസാക്ഷികളുടെ ചുടുനിണം കൊണ്ടാണ് സഭയുടെ അടിസ്ഥാനം പണിയപ്പെട്ടിരിക്കുന്നത്. നമ്മളുടെയും ജീവിതത്തിൽ ഇതുപോലെയുള്ള ഒരു ജ്വലനം ക്രിസ്തുവിനെ പ്രതി ഉണ്ടാകണം. ഓരോ തിരുനാൾ ആഘോഷിക്കുമ്പോഴും എനിക്ക് ക്രിസ്തുവിനെ കുറിച്ച് മറ്റുള്ളവർക്ക് പകർന്നു നൽകുവാൻ സാധിക്കണം എന്നുള്ളൊരു ചിന്ത എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാകണം. അല്ല എങ്കിൽ നമ്മളുടെ എല്ലാം തിരുനാൾ ആഘോഷങ്ങൾ വ്യർത്ഥമായിട്ടാണ് മാറിപ്പോവുകയും ചെയ്യുന്നത്. പ്രിയമുള്ളവരെ, ഈ വൈദികന്മാർ ഈ തിരുനാൾ ദിവ്യബലിയിൽ ഉടുക്കുന്ന ഈ ചുമന്ന വസ്ത്രം അത് സൂചിപ്പിക്കുന്നത് രക്തസാക്ഷിത്വത്തെയാണ്. ചുമന്ന വസ്ത്രമിട്ട് എന്നൊക്കെ ഏതെങ്കിലും വൈദികർ അല്ലെങ്കിൽ പുരോഹിതന്മാർ കുർബാനയ്ക്ക് അർപ്പിക്കുവാൻ വന്നിട്ടുണ്ടെങ്കിൽ അത് അർത്ഥമാക്കുന്നത് അന്ന് ഏതെങ്കിലും ഒരു രക്തസാക്ഷിയുടെ തിരുനാളായിരുന്നു എന്നുള്ളതാണ്. ആ തിരുനാളിന് അടിസ്ഥാനം ഏതെങ്കിലും ഒരു വിശുദ്ധൻ തൻ്റെ രക്തം ക്രിസ്തുവിന് വേണ്ടി ചിന്തിയത് കൊണ്ടാണ് അദ്ദേഹത്തെ അന്ന് അനുസ്മരിക്കുകയും അന്ന് നമ്മൾ ആ തിരുനാൾ ആഘോഷിക്കുകയും ചെയ്യുന്നു എന്നുള്ളത്. ഈ ഇടവകയുടെ മധ്യസ്ഥനായ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കുന്നവരാകാം എന്നുള്ള ഒരു ചിന്ത, ഒരു പ്രതിജ്ഞ നമ്മൾ മനസ്സിൽ എടുക്കുക. ഏതെങ്കിലുമൊക്കെ അവസരത്തിൽ എപ്പോഴെങ്കിലുമൊക്കെ ക്രിസ്തുവിനെ കുറിച്ച് പറയുവാൻ അവസരം കിട്ടുമ്പോൾ ക്രിസ്തുവാണ് ഏകരക്ഷകൻ, സത്യദൈവമായിട്ടുള്ള ക്രിസ്തു തന്നെയാണ് ദൈവം എന്നുള്ള ആ ഒരു ചിന്ത മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് ഈ തിരുനാൾ ദിനത്തിൽ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. തിരുനാളിൻ്റെ എല്ലാ മംഗളങ്ങളും നിങ്ങൾക്ക് ഓരോരുത്തർക്കും നേരുകയാണ്. പ്രത്യേകിച്ച് തിരുനാൾ ഏറ്റെടുത്ത് നടത്തുന്ന എല്ലാ പ്രസിഡന്റുമാർക്കും അവരുടെ കുടുംബങ്ങൾക്കും ഈ ഇടവകയിലെ എല്ലാ ആളുകൾക്കും ഈ പ്രദേശത്തുള്ള എല്ലാ ആളുകൾക്കും വിശുദ്ധൻ്റെ സംരക്ഷണം സമൃദ്ധമായി ഉണ്ടാകട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. പ്രിയ സഹോദരരെ, ഒന്നായി സമ്മേളിച്ചിരിക്കുന്ന നമുക്ക് നമ്മുടെ ദൈവത്തിൽ നിന്നും സ്വീകരിച്ച അനുഗ്രഹങ്ങൾ അനുസ്മരിച്ചുകൊണ്ട് അവിടത്തോട് പ്രാർത്ഥിക്കാം. ശ്രവിക്കുവാൻ അർഹതയുള്ള പ്രാർത്ഥനകൾ അവിടുന്ന് നമ്മിൽ പ്രചോദിപ്പിക്കുമാറാകട്ടെ. നിത്യപുരോഹിതനായ ദൈവമേ, തിരുസഭയെ നയിക്കുവാൻ അങ്ങ് തിരഞ്ഞെടുത്ത പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പായെയും ഞങ്ങളുടെ അതിരൂപത അധ്യക്ഷൻ ജോസഫ് പിതാവിനെയും ഞങ്ങളുടെ ഇടവക വികാരി ജോ അച്ഛനെയും പ്രത്യേകമായി ഇന്ന് ഞങ്ങൾക്കായി ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ജോസഫ് രാജൻ അച്ഛനെയും മറ്റെല്ലാ സഭാപാലകരെയും
അങ്ങേ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നൽകി അനുഗ്രഹിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. സ്നേഹപിതാവായ ദൈവമേ, ഇന്നത്തെ ദിവ്യബലിക്ക് നേതൃത്വം നൽകുന്ന ക്രിസ്ത്യാനിമാരെയും അവരുടെ കുടുംബാംഗങ്ങളെയും ധാരാളമായി അനുഗ്രഹിക്കുകയും കാത്തു പരിപാലിക്കുകയും ചെയ്യണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. യുവതി യുവാക്കന്മാരുടെ രാജാവായ ദൈവമേ, എല്ലാ യുവതി യുവാക്കളെയും ഞങ്ങൾ ഈ ബലിപീഠത്തിൽ സമർപ്പിക്കുന്നു. ഒരുപാട് തിന്മയിലേക്ക് വഴുതി വീഴുവാൻ സാധ്യതയുള്ള ഈ കാലഘട്ടത്തിൽ അങ്ങയെ സ്വന്തമാക്കുവാനും എല്ലാവർക്കും എല്ലാമായി തീർന്നുകൊണ്ട് അങ്ങയുടെ സുവിശേഷത്തിൻ്റെ ജീവിക്കുന്ന സാക്ഷികളായി മാറുവാൻ അവരെ അനുഗ്രഹിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കുടുംബങ്ങളുടെ അതിനാഥനായ ദൈവമേ, ഞങ്ങളുടെ ഇടവകയിലെ എല്ലാ കുടുംബങ്ങളെയും അങ്ങേ കരങ്ങളിൽ സമർപ്പിക്കുന്നു. നസ്രത്തിലെ തിരുക്കുടുംബത്തിൻ്റെ മാതൃക പിന്തുടർന്നുകൊണ്ട് തങ്ങളുടെ മക്കളെ ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ പാതയിലൂടെ നയിക്കുവാൻ എല്ലാ മാതാപിതാക്കളെയും അനുഗ്രഹിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. പ്രപഞ്ച സൃഷ്ടാവായ ദൈവമേ, മാരക രോഗങ്ങളിൽ നിന്നും സകല വിപത്തുകളിൽ നിന്നും ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങേ കാരുണ്യത്താൽ നിറയ്ക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ജീവദാതാവായ ദൈവമേ, മരണത്തെ ജയിച്ച് ഉദ്ധാനം ചെയ്ത അങ്ങേ പ്രിയപുത്രന്റെ കാരുണ്യാതിരേകത്താൽ മരണമടഞ്ഞ എല്ലാ ആത്മാക്കൾക്കും നിത്യജീവൻ നൽകി സ്വർഗീയ ആനന്ദം അനുഭവിക്കുവാൻ ഇടയാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നമ്മളുടെ വ്യക്തിപരമായ പ്രാർത്ഥനകൾ ഇപ്പോൾ സമർപ്പിക്കാം. ഈ കൊറോണ കാലഘട്ടത്തിൽ നമ്മൾ ഓരോരുത്തരെയും കുടുംബങ്ങളെയും സംരക്ഷിക്കണമേ എന്ന വിശുദ്ധനോട് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങേ കാരുണ്യം യാചിക്കുന്ന ജനത്തോടുകൂടെ അങ്ങ് ആയിരിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങേ പ്രചോദനത്താൽ വിശ്വസ്തതാപൂർവം അവർ യാചിക്കുന്നത് സദാ സന്നദ്ധതയാർന്ന അങ്ങേ ഔദാര്യത്താൽ സംപ്രാപിക്കുമാറാകട്ടെ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളയണമേ. ആമേൻ. ഞങ്ങൾ ചേർത്തു വയ്ക്കുന്നു സകലം. ഓ സ്നേഹദേവാവേ, എല്ലാം നിന്റെ ദാനം സ്വീകരിച്ചാലും സഭയും കാഴ്ചവെപ്പിന്റെ നിമിഷം ഞങ്ങൾ ചേർത്തു വയ്ക്കുന്നു സകലം. ഓ സ്നേഹദേവാവേ, എല്ലാം നിന്റെ ദാനം സ്വീകരിച്ചാലും സഭയും ആനന്ദ ഹർഷങ്ങളൊന്നായി അവിടുത്തെ ഉള്ളിലെ നീറും വികാരങ്ങൾ ഉപഹാരമായി ഞങ്ങളേകാം. കാഴ്ചവെപ്പിന്റെ നിമിഷം ഞങ്ങൾ ചേർത്ത്
സകലം ഓ സ്നേഹപിതാവേ എല്ലാം നിന്റെ ദാനം സ്വീകരിച്ചാലും സദയം സർവം സ്വീകരിക്കേണേ സൗഭാഗ്യം നീകിടേണേ സർവവും സ്വീകരിക്കേണേ സൗഭാഗ്യം നീകിടേണേ നമ്മിയർപ്പിക്കുവാനെന്നും നൽവരും നീ നൽകിടേണേ കാഴ്ചവെപ്പിന്റെ ഞങ്ങൾ ചേർത്തുവയ്ക്കുന്നു സകലം ഓ സ്നേഹപിതാവേ എല്ലാം നിന്റെ ദാനം സ്വീകരിച്ചാലും സദയം ഹർഷങ്ങളൊന്നായി അവിടുത്തെ തിരുമുൻപിലണയ്ക്കാൻ അവിടുത്തെ തിരുമുൻപിലണയ്ക്കാൻ ഉള്ളിലെ നീറും വികാരങ്ങൾ ഉപഹാരമായി ഞങ്ങളേകാം ഉള്ളിലെ നീറും വികാരങ്ങൾ ഉപഹാരമായി ഞങ്ങളേകാം കാഴ്ചവെപ്പിന്റെ നിമിഷം ഞങ്ങൾ ചേർത്തുവയ്ക്കുന്നു സകലം ഓ സ്നേഹപിതാവേ എല്ലാം നിന്റെ ദാനം സ്വീകരിച്ചാലും സദയം സഹോദരരെ, എൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമായിരിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവേൻ. കർത്താവ് നാമത്തിനെയും സ്തുതിയും മഹിമയ്ക്കും നമ്മുടെയും തിരുസഭയുടെയും നന്മയ്ക്കുമായി അങ്ങേക്ക് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവെ, ഞങ്ങൾ അർപ്പിച്ച ഈ കാഴ്ചദ്രവ്യങ്ങൾ അങ്ങേ ആശീർവാദത്താൽ പവിത്രീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങേ സ്നേഹാഗ്നിയാൽ വിശുദ്ധ സെബസ്ത്യാനോസ് സകല ശാരീരിക പീഡനങ്ങളും തരണം ചെയ്തുവല്ലോ. അതേ സ്നേഹാഗ്നി അങ്ങേ കൃപയാൽ ഞങ്ങളെയും ഉജ്ജ്വലിപ്പിക്കുമാറാകട്ടെ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളയണമേ. കർത്താവ് നിങ്ങളോടുകൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, എങ്ങും എപ്പോഴും അങ്ങേക്കു ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. എന്തെന്നാൽ അങ്ങേ നാമത്തിന് സാക്ഷ്യം വഹിക്കുവാനായി ക്രിസ്തുവിനെ അനുകരിച്ച രക്തസാക്ഷിയായ വിശുദ്ധ സെബസ്ത്യാനോസ് ചിന്തിയ രക്തം അങ്ങേ അത്ഭുത കൃത്യങ്ങൾ പ്രകടമാക്കുന്നു. അതുവഴി ഞങ്ങളുടെ കർത്താവായ ക്രിസ്തുവിലൂടെ ബലഹീനതയിൽ അങ്ങ് ശക്തി പ്രകടമാക്കുകയും ദുർബലരായ മനുഷ്യരെ സാക്ഷ്യത്തിനായി അങ്ങ് ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നു. ആകയാൽ സ്വർഗീയ ശാക്തികന്മാരോടുകൂടെ നിരന്തരം ഭൂമിയിൽ അങ്ങയെ പ്രകീർത്തിച്ചുകൊണ്ട് അങ്ങേ വൈഭവം അവിരാമം ആലപിക്കുന്നു. പരിശുദ്ധൻ
പരിശുദ്ധൻ സൈന്യങ്ങളുടെ കർത്താവാം ദൈവം പരിശുദ്ധൻ ദൈവം പരിശുദ്ധൻ നിരുപമങ്ങേ മഹിമകളാൽ നിറഞ്ഞു മഹിയും നിന്നതവും ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന കർത്താവിൻ തിരുനാമത്തിൽ വരുവാനേറ്റം നന്ദിടുവാൻ ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവെ, അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. അങ്ങ് സൃഷ്ടിച്ച സർവചരാചരങ്ങളും സമുചിതമായി അങ്ങേ വാഴ്ത്തുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങേ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തു വഴി പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാലും പ്രവർത്തനത്താലും അങ്ങ് പ്രപഞ്ചം ഉജ്ജീവിപ്പിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യുന്നു. സൂര്യോദയം മുതൽ അസ്തമയം വരെ നിർമ്മലമായൊരു ബലി അങ്ങേ നാമത്തിന് അർപ്പിക്കപ്പെടേണ്ടതിന് ഒരു ജനത്തെ ഒരുമിച്ച് കൂട്ടുന്നതിൽ നിന്ന് അങ്ങ് വിരമിക്കുന്നില്ല. അതുകൊണ്ട് കർത്താവെ, താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. വിശദീകരിക്കുവാനായി അങ്ങേക്ക് ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുന്ന ഈ തിരുമുൽ കാഴ്ചകൾ അതേ ആത്മാവാൽ പവിത്രമാക്കുവാൻ കനിയണമേ. അങ്ങനെ ഇവ അങ്ങേ ദിവ്യപുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുത്തെ കൽപ്പന അനുസരിച്ച് ഈ ദിവരഹസ്യങ്ങൾ ഞങ്ങൾ ആഘോഷിക്കുന്നു. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട രാത്രിയിൽ അപ്പമെടുത്ത് അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് ആശീർവദിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. അപ്രകാരം തന്നെ അത്താഴം കഴിഞ്ഞ് പാനപാത്രം എടുത്ത് അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് ആശീർവദിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നത് വരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. അതിനാൽ കർത്താവേ, അങ്ങേ പുത്രന്റെ രക്ഷാകരമായ പീഡാസഹനവും മഹനീയമായ ഉയർപ്പും സ്വർഗാരോഹണവും ഓർത്തുകൊണ്ട് അവിടുത്തെ പ്രത്യാഗമനം പ്രതീക്ഷിച്ചുകൊണ്ട് ജീവദായകവും പരിപാവനവുമായ ഈ ബലി കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് അങ്ങേക്കു ഞങ്ങൾ അർപ്പിക്കുന്നു. അങ്ങേ സഭയുടെ ഈ ബലി തൃക്കൺ പാർക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ബലിയിൽ പ്രസാദിക്കുവാൻ അങ്ങ് ആഗ്രഹിച്ച ബലിവസ്തു അംഗീകരിച്ച് അങ്ങേ തിരുക്കുമാരൻ്റെ ശരീര രക്തങ്ങളാൽ പരിപോഷിതരായും അവിടുത്തെ പരിശുദ്ധാത്മാവാൽ പരിപൂരിതരായും ഞങ്ങൾ ക്രിസ്തുവിൽ ഒരു ശരീരവും ഒരാത്മാവുമായി തീരുവാൻ അനുഗ്രഹിക്കണമേ. അവിടുന്ന് ഞങ്ങളെ അങ്ങേക്കുള്ള നിത്യമായൊരു കാണിക്കയായി തീർക്കുമാറാകട്ടെ. അങ്ങനെ അങ്ങേ തിരഞ്ഞെടുക്കപ്പെട്ടവരോടൊത്ത് അവകാശം ഞങ്ങൾക്കും ലഭിക്കുവാൻ ഇടയാക്കണമേ. വിശിഷ്യ ദൈവമാതാവായ ഏറ്റവും പരിശുദ്ധ കന്യകാമറിയത്തോടും
ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യൗസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും മഹിമയേറിയ രക്തസാക്ഷികളോടും ഞങ്ങളുടെ മധ്യസ്ഥനായ വിശുദ്ധ സെബസ്ത്യാനോസിനോട് എല്ലാ വിശുദ്ധരോടുമൊത്ത് അങ്ങേ സന്നിധിയിലുള്ള ഇവരുടെ നിരന്തര മധ്യസ്ഥതയാൽ സഹായം കൈവരുമെന്ന് ഞങ്ങൾ പ്രത്യാശിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ അനുരഞ്ജനത്തിൻ്റെ ബലി സർവ്വലോകത്തിന് ശാന്തിയും രക്ഷയും പരിപോഷിപ്പിക്കുവാൻ ഇടയാക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അങ്ങേ ദാസനായ ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പായോടും ഞങ്ങളുടെ അതിരൂപത അധ്യക്ഷനായ ജോസഫ് മെത്രാപ്പോലീത്തയോടും മെത്രാൻ പദവിയിലുള്ളവരോടും വൈദിക ഗണത്തോടും അങ്ങ് നേടിയെടുത്ത സകല ജനങ്ങളോടുമൊത്ത് ഈ ഭൂമിയിൽ തീർത്ഥാടനം ചെയ്യുന്ന അങ്ങേ സഭയെ വിശ്വാസത്തിലും സ്നേഹത്തിലും ഉറപ്പിക്കുവാൻ കനിയണമേ. അങ്ങേ തിരുമുമ്പിൽ നിൽക്കുവാൻ അങ്ങ് തിരുവുള്ളമായ ഈ കുടുംബത്തിൻ്റെ അപേക്ഷകൾ ദയാപൂർവം കേട്ടരുളയണമേ. കാരുണ്യവാനായ പിതാവേ, എല്ലായിടത്തും ചിതറിക്കിടക്കുന്ന അങ്ങയുടെ എല്ലാ മക്കളെയും അങ്ങിലേക്ക് ദയാപൂർവം ഒന്നിപ്പിക്കണമേ. ഞങ്ങളുടെ മൃതിയടഞ്ഞ സഹോദരങ്ങളെയും അങ്ങയെ പ്രീതിപ്പെടുത്തിക്കൊണ്ട് ഈ ലോകത്ത് നിന്ന് കടന്നുപോയ എല്ലാവരെയും അങ്ങേ രാജ്യത്തിൽ ദയാപൂർവം പ്രവേശിപ്പിക്കണമേ. അവിടെ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ ആയിരിക്കുന്നതോടൊപ്പം അങ്ങേ മഹത്വത്താൽ നിത്യമായി സംതൃപ്തരാക്കപ്പെടുമെന്നും ഞങ്ങൾ പ്രത്യാശിക്കുന്നു. എന്തെന്നാൽ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴിയാണല്ലോ സകല നന്മകളും അങ്ങ് ലോകത്തിൻ്റെ മേൽ വർഷിക്കുന്നത്. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേയ്ക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. ആമേൻ. നമ്മുടെ കർത്താവ് കൽപ്പിച്ചതും പഠിപ്പിച്ചതും അനുസരിച്ച് പ്രത്യാശയോടെ നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാകുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്ന് അങ്ങേ അപ്പോസ്തലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കഴിയണമേ. എന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളയണമേ. ആമേൻ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും കൂടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. മോഹത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ ഞങ്ങളെ നീ കനിയേണമേ. മോഹത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ ഞങ്ങളെ നീ കനിയേണമേ. മോഹത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ ഞങ്ങൾക്ക് ശാന്തി നൽകണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ.
കുഞ്ഞാടിന്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. കർത്താവേ, അങ്ങയുടെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങയുടെ വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എന്റെ ആത്മാവ് സുഖം പ്രാപിക്കും. ക്രിസ്തു തിരുശരീരവും തിരുരക്തവും നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. ദിവ്യകാരുണ്യം സ്വീകരിക്കുവാനായി പ്രസിദ്ധേന്തിമാർ മാത്രം മുൻപിലേക്ക് നിരയായി വരിക. മറ്റുള്ളവർ ആവശ്യങ്ങളിൽ തന്നെ നിൽക്കുക. പുറത്ത് നിൽക്കുന്നവർ പുറത്ത് തന്നെ നിന്നാൽ മതിയാകും. അവിടേക്ക് ദിവ്യകാരുണ്യവുമായി വരുന്നതായിരിക്കും. പ്രത്യേകം ശ്രദ്ധിക്കുക. സാമൂഹിക അകലം പാലിക്കണമെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. കൂടുതൽ നേരം കൂട്ടം കൂടി നിൽക്കരുത് എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. അതുപോലെ നമ്മുടെ ദേവാലയത്തിൻ്റെ ഈ ഇടതുവശത്ത് പാർക്ക് ചെയ്തിരിക്കുന്ന വാഹനങ്ങളുടെ ഉടമകൾ അത് അവിടെ നിന്ന് എടുത്തു മാറ്റണമെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. സ്നേഹമായി മാറ്റമേ
കാരുണ്യമേ നിന്നെ കാത്തിരിക്കാം ഞാൻ എൻ്റെ അന്ത്യം വരെ. ചേരുമ്പോൾ കടലായി മാറുമ്പോൾ ഞാനാം നീർക്കണം നീയായി തീർന്നിടാം. കടലോട് ചേരുമ്പോൾ കടലായി മാറുമ്പോൾ ഞാനാം നീർക്കണം നീയായി തീർന്നിടാം. എത്രയായി ഞാൻ ആശിച്ചു ഈശോയേ, നീയാം കടലിൽ ഞാനലിഞ്ഞു നീയാകാം. എത്രയായി ഞാൻ ആശിച്ചു ഈശോയേ, നീയാം കടലിൽ ഞാനലിഞ്ഞു നീയാകാം. എന്നിൽ അലിഞ്ഞു നീ ഞാനായി തീരുമ്പോൾ നിന്നിൽ അലിഞ്ഞു ഞാൻ നീയായി തീർന്നിടാം. എത്ര നാളായി കുറിച്ചിരുന്നു നാഥാ, എന്നെ നീ നീയാക്കി മാറ്റിടണമേ. എൻ്റെ ഈശോയേ, കാരുണ്യമേ നിന്നെ കാത്തിരിക്കാം ഞാൻ എൻ്റെ അന്ത്യം വരെ. എൻ്റെ ഈശോയേ, കാരുണ്യമേ നിന്നെ കാത്തിരിക്കാം ഞാൻ എൻ്റെ അന്ത്യം വരെ. കനലോട് ചേരുമ്പോൾ കനലായി മാറുമ്പോൾ തവ തിരുഹൃദയത്തിൻ സ്നേഹമായി തീരാം. കനലോട് ചേരുമ്പോൾ കനലായി മാറുമ്പോൾ തവ തിരുഹൃദയത്തിൽ സ്നേഹമായി തീരാം. എത്രയായി ഞാൻ ആശിച്ചു ഈശോയേ, എന്നെ നിൻ സ്നേഹമായി മാറ്റണേ. എത്രയായി ഞാൻ ആശിച്ചു ഈശോയേ, എന്നെ നീ സ്നേഹമായി മാറ്റണേ. എൻ്റെ ഈശോയേ, ദിവ്യകാരുണ്യമേ നിന്നെ കാത്തിരിക്കാം ഞാൻ എൻ്റെ അന്ത്യം വരെ. കർത്താവ് അരുൾ ചെയ്യുന്നു, എന്നെ പ്രതി സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തുന്നവൻ നിത്യമായി അത് കണ്ടെത്തും. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, അങ്ങേ രക്തസാക്ഷിയായ വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ ആത്മധൈര്യം അദ്ദേഹത്തെ അങ്ങേ ശുശ്രൂഷയിൽ വിശ്വസ്തനും പീഡാസഹനത്തിൽ വിജയമാക്കി തീർത്തുവല്ലോ. ഞങ്ങൾ സ്വീകരിച്ച ദിവരഹസ്യങ്ങൾ അതേ ആത്മധൈര്യം ഞങ്ങൾക്കും പ്രദാനം ചെയ്യട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. ആമേൻ. ഒരു നിമിഷം ഇരിക്കുക. ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ ആ ദേവാലയത്തിൻ്റെ ഈ സൈഡിലുള്ള വാഹനങ്ങൾ അവിടെ നിന്ന് മാറ്റിത്തരണമെന്ന് പ്രത്യേകം അപേക്ഷിക്കുകയാണ്.
അത് ഈ സമയത്ത് അത് ചെയ്യാവുന്നതാണ്. നമുക്ക് ദിവ്യബലിക്ക് ശേഷം ഉടനെ തന്നെ വിശുദ്ധൻ്റെ തിരുസ്വരൂപം അലങ്കരിച്ചു വച്ചിട്ടുള്ള വാഹനം മുൻപിലേക്ക് വരേണ്ടതുണ്ട്. അപ്പോൾ അത് ഈ വശത്തുകൂടെയാണ് വരുന്നത്. അവിടെ ആ വാഹനങ്ങളുണ്ട് എങ്കിൽ അത് സാധ്യമല്ല. അതുകൊണ്ട് ഇപ്പോൾ തന്നെ ആ വാഹനങ്ങൾ അവിടെ നിന്ന് മാറ്റണമെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. നന്ദിയുടെ 2 വാക്ക് പറയുവാൻ ആഗ്രഹിക്കുകയാണ്. ഇന്ന് നമുക്ക് വേണ്ടി ദിവ്യബലി അർപ്പിക്കുകയും അർത്ഥവത്തായ ഒരു ദൈവവചന സന്ദേശം നൽകുകയും ചെയ്തത് നമുക്ക് പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട ഫാദർ ജോസഫ് രാജൻ കിഴവനെയാണ്. ജോസഫ് രാജൻ അച്ഛൻ നമ്മുടെ അതിരൂപതയിലെ വളരെയധികം പ്രധാനപ്പെട്ട ചുമതലകൾ വഹിക്കുന്ന ഒരു വൈദികനാണ്. അദ്ദേഹം ഇപ്പോൾ കളമശ്ശേരിയിലുള്ള നമ്മുടെ ഐസാറ്റ് എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ അസോസിയേറ്റ് ഡയറക്ടറാണ്. അതുപോലെ തന്നെ ഐസാറ്റിൽ ആരംഭിച്ചിട്ടുള്ള മറൈൻ ഇൻസ്റ്റിറ്റ്യൂട്ട് അതിൻ്റെ ചുമതല വഹിക്കുന്നതും ബഹുമാനപ്പെട്ട ജോസഫ് രാജനച്ഛനാണ്. അതുകൂടാതെ അദ്ദേഹത്തിന് KLCA നമ്മുടെ അതിരൂപത ലാറ്റിൻ കാത്തലിക് അസോസിയേഷൻ്റെ ചുമതലയും അൽമായ രൂപീകരണത്തിൻ്റെ ചുമതലയുമുള്ള ഒരു വൈദികൻ കൂടെയാണ് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ രാജനച്ഛൻ. അച്ഛൻ ഇന്ന് ഇവിടെ വന്ന് നമുക്ക് വേണ്ടി ദിവ്യബലി അർപ്പിക്കുകയും മനോഹരമായ ദൈവവചന സന്ദേശം നൽകുകയും ചെയ്തതിന് ബോൾഗാട്ടി ഇടവകയിലെ എല്ലാവരുടെയും പേരിലും പ്രത്യേകിച്ച് ഈ വർഷത്തെ പ്രസിദ്ധേന്തിമാരുടെ പേരിലും ബഹുമാനപ്പെട്ട രാജനച്ഛന് സ്നേഹപൂർവ്വം നന്ദി പറഞ്ഞുകൊള്ളുന്നു. ഇന്ന് ഈ ദിവ്യബലി മധ്യേ ദൈവവചന വായനയും വിശ്വാസികളുടെ പ്രാർത്ഥനയും കാഴ്ചവെപ്പുമൊക്കെ നടത്തിയത് പ്രസിദ്ധേന്തിമാരും കുടുംബാംഗങ്ങളും അതോടൊപ്പം നമ്മുടെ ദസിരേര് മറ്റ് ഒഫീഷ്യാളന്മാർ അവരുടെ നേതൃത്വത്തിലാണ്. അവർക്കെല്ലാവർക്കും പ്രത്യേകം നന്ദി പറയുന്നു. ദിവ്യബലിക്ക് ശേഷം നമ്മുടെ പ്രദക്ഷിണം മുൻപ് പറഞ്ഞിരുന്നത് പോലെ തന്നെ നമ്മൾ നടത്തുകയാണ്. ആദ്യം നമ്മുടെ പ്രസിദ്ധേന്തിമാർ പ്രദക്ഷിണമായി നമ്മുടെ ദേവാലയത്തിന് മുൻപിലുള്ള കപ്പേള ചുറ്റി ദേവാലയത്തിലേക്ക് പ്രവേശിക്കുന്നു. അപ്പോൾ വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെയും പരിശുദ്ധ അമലോത്ഭവ മാതാവിൻ്റെയും തിരുസ്വരൂപങ്ങൾ ആ പ്രദക്ഷിണത്തിലായിരിക്കും നമ്മൾ പുറത്തേക്ക് സംവഹിക്കുക. അതിനുശേഷം ആ പ്രദക്ഷിണം ദേവാലയത്തിലേക്ക് പ്രവേശിച്ചതിന് ശേഷമാണ് വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ രൂപം സംവഹിക്കുന്ന വാഹനം നമ്മുടെ ഇടവകയുടെ ഇരുവശങ്ങളിലേക്കും പ്രയാണം ചെയ്യുന്നത്. പ്രത്യേകമായി ഓർമ്മിപ്പിക്കുകയാണ്, ഞാൻ ഇന്നലെ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. ആ വാഹനത്തിന് പിറകിൽ ആരും കൂട്ടം കൂടി നടക്കരുത്. വാഹനത്തിന് പിന്നിലും മുന്നിലുമായി 4 2 വീലേഴ്സ് ഉണ്ടായിരിക്കും. അതിൻ്റെ കൂടെ വേറെ ആരും 2 വീലറുമായി ചേരരുത് എന്നുകൂടെ പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. വഴിയുടെ ഇരുവശങ്ങളിലും, പ്രത്യേകിച്ച് നിങ്ങളുടെ വീടിൻ്റെ പരിസരങ്ങളിലുള്ള വഴിയുടെ ഇരുവശങ്ങളിലും നിങ്ങൾ സാമൂഹിക അകലം പാലിച്ചുകൊണ്ട് തന്നെ നിൽക്കുക. എല്ലാവരും മാസ്ക് ധരിച്ചിട്ടുണ്ടാകണം, സാനിറ്റൈസറുകൾ ഉപയോഗിച്ചിട്ടുണ്ടാകണം. വഴിയരികിൽ നിന്ന് സംസാരിക്കരുത്, അച്ചടക്കം പാലിക്കണം എന്നുകൂടെ പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. പ്രാർത്ഥനകൾ ചൊല്ലുക, പാട്ടുകൾ പാടുക, വിശുദ്ധനോടുള്ള നൊവേനയുടെ നവനാൾ ജപങ്ങൾ ചൊല്ലുക, അതൊക്കെ ഏറ്റവും അനുകരണീയമായ കാര്യങ്ങളാണ്. നമ്മുടെ ഈ പ്രദക്ഷിണം നമ്മുടെ വിശ്വാസത്തിൻ്റെ ഒരു പ്രഘോഷണം കൂടെയാണ്. അത് ഏറ്റവും ആദരപൂർവവും ഭക്തിപൂർവവും ചെയ്യുവാനായിട്ട് എല്ലാവരും പരിശ്രമിക്കണമെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. സമാപനാശീർവാദത്തിനായി നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. നാളെ രാവിലെ 6:30 മണിക്കായിരിക്കും ദിവ്യബലി സാധാരണ പോലെ. തുടർന്ന് 9:30 മണിക്ക് ആഘോഷമായ തിരുനാൾ ദിവ്യബലി മുഖ്യ കാർമ്മികൻ പ്രിയ ബഹുമാനപ്പെട്ട മോൺസിഞ്ഞോർ മാത്യു ഇലഞ്ഞിമറ്റം, നമ്മുടെ അതിരൂപതയുടെ വികാരി ജനറൽ.
ശിരസ് നമിച്ച് ആശീർവാദം സ്വീകരിക്കുക. ഓരോ പ്രാർത്ഥനയ്ക്ക് ശേഷം ആമേൻ എന്ന് പ്രത്യുത്തരിക്കുക. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. സർവശക്തനായ ദൈവം നിങ്ങളെ കനിഞ്ഞ് അനുഗ്രഹിച്ച് രക്ഷാകരമായ ജ്ഞാനം നിങ്ങളിൽ ചൊരിയുമാറാകട്ടെ. ആമേൻ. അവിടുന്ന് നിങ്ങളെ വിശ്വാസ പ്രബോധനത്താൽ പരിപോഷിപ്പിക്കുകയും സൽക്കർമ്മങ്ങളിൽ നിങ്ങൾ നിലനിൽക്കുവാൻ ഇടയാക്കുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ. അവിടുന്ന് നിങ്ങളുടെ കാലടികൾ തൻ്റെ നേർക്ക് തിരിക്കുകയും ശാന്തിയുടെയും സ്നേഹത്തിൻ്റെയും പാത നിങ്ങൾക്ക് കാണിച്ചു തരികയും ചെയ്യുമാറാകട്ടെ. ആമേൻ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവശക്തനായ ദൈവത്തിൻ്റെ അനുഗ്രഹം നിങ്ങളിൽ വന്നണഞ്ഞ് എന്നും നിലനിൽക്കുമാറാകട്ടെ. ആമേൻ. പോകുവിൻ. ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിന് നന്ദി. ജനങ്ങളെല്ലാവരും ദേവാലയത്തിൻ്റെ പുറത്തേക്ക് ഇറങ്ങിക്കൊള്ളുക.